ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കൊളാബറേഷൻ്റെ ഒരു ഇതായിട്ട് ആസ്ട്രോടോക്കിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കമൻസ് ഉണ്ടായിരുന്നു. അയ്യോ ശ്രീകുട്ടി ഭയങ്കര ജെനുവിൻ ആണെന്ന് കരുതി ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യുമോ, അത് വേണം, അങ്ങനെ പാടില്ലായിരുന്നു, വളരെ മോശമായിപ്പോയി എന്നൊക്കെ പറയാൻ കുറേയേറെ കമൻസ് കേട്ടോ. ഇത് എൻ്റെ ഒരു ജോലിയാണ് അല്ലേ. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കുറച്ച് കാശ് കിട്ടുന്നു, നമ്മുടെ ജോലിയുടെ ഭാഗമാണ് അത്. ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെ പച്ചയ്ക്ക് മുഖത്ത് നോക്കി ഈ സ്ത്രീക്കുട്ടി പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ പറ്റിക്കുകയാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഓഡിയൻസിനെ മുഖത്ത് നോക്കി പറഞ്ഞു, ഉളുപ്പില്ലാത്ത എന്ന്, അല്ലാതെ ഉളുപ്പില്ലേ എന്ന് ചോദിക്കുന്നില്ല, ഉളുപ്പില്ലാത്ത സ്ത്രീക്കുട്ടി പറയുന്നുണ്ട് പൈസ കിട്ടി എന്ത് ചാണകം എടുത്തിട്ട് മറ്റേ ഇതാണെന്ന്, ഏത് ബിരിയാണിയാണെന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന ഇമാതിരി ടീംസുകൾ എല്ലാവരും ചെയ്യണമല്ലോ. പിന്നെ ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കി എന്ത്, നിങ്ങൾ വേണമെങ്കിൽ ചെയ്യാതിരിക്കുക ചെയ്യും. ഇമാതിരി തൊട്ടി വർത്തമാനം. ഇവളുടെ അടുത്ത് നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇനിയിപ്പം വരും അഹങ്കാരത്തിന് കൈയും കാലും വെച്ച് താഴ്ന്ന, ഞാൻ ഉള്ള കാര്യം മൊത്തമാക്കി പറയും. അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇമാതിരി അഹങ്കാരങ്ങളും തൊട്ടിത്തനങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെടുത്തിട്ട് അങ്ങോട്ട് പൊങ്കാലയിടും. ഇവളുടെയൊക്കെ ഓഡിയൻസ് കുറെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഷൊട്ടകളെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇവളെ സബ്സ്ക്രൈബ് ചെയ്ത് പോകും. ഉള്ള കാര്യം ഞാൻ പറയാം. അതിന്റെ റീസൺ അമ്മാതിരി ഉളുപ്പില്ലാത്ത പരിപാടിയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. കാണിച്ച തൊട്ടിത്തനത്തിന് എക്സ്പ്ലനേഷൻ വെരി 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 ഇന്റലിജന്റ് എക്സ്പ്ലനേഷൻ, ഒന്നും പറയാനില്ല. അതിഗംഭീരമായിരുന്നു. തൊട്ടിത്തരം കാണിച്ചിട്ട് ഞാൻ തൊട്ടിയാണെന്ന് പറഞ്ഞ് സ്വയം സമ്മതിക്കുന്ന ഒരു തൊട്ടി വർത്തമാനമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. സുഹൃത്തുക്കളെ, നമുക്ക് എന്തായാലും ശ്രീകുട്ടിയുടെ എക്സ്പ്ലനേഷൻ കേൾക്കാം. എന്താണ് സംഭവം എന്ന് അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. ആസ്ട്രോടോക്ക് എന്ന് പറയുന്ന മറ്റേ ജ്യോതിഷത്തിന്റെ ഓൺലൈൻ സംഭവം പ്രൊമോട്ട് ചെയ്തതാണ്. ഇവള് മാത്രമൊന്നുമല്ല, അമല പോൾ, അപർണ ബാലമുരളി, മമത മോഹൻദാസ് തുടങ്ങിയ പ്രമുഖ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പേര്, അതിൽ നിന്ന് ഈ ലൊട്ടിലൊടുക്ക് ടീമുകളും പ്രൊമോട്ട് ചെയ്ത്, അതായത് ശ്രീകുട്ടി, നാര, ഇങ്ങനത്തെ കുറെ ലൊട്ടിലൊടുക്ക് ടീമുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. സോഫ്റ്റ് കോൾഡ് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന കുറെ എണ്ണം, ആ കൂട്ടത്തിൽ പെട്ടിട്ടുള്ള ശ്രീകുട്ടിയും ഇത് പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ ശ്രീകുട്ടി പ്രൊമോട്ട് ചെയ്ത് എനിക്ക് വീഡിയോ വയ്ക്കാൻ സഹായിച്ചത് എൻ്റെ ആഫ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊണകൊണാന്ന് അടിച്ചു വിട്ട്, സ്വന്തം അച്ഛനാണ് വീഡിയോ വയ്ക്കാൻ സഹായിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ കമന്റും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ മൂഞ്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയായിട്ടിരിക്കുമ്പോഴാണ് അടുത്ത എക്സ്പ്ലനേഷൻ. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചിട്ട് നടന്നു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്താ കണ്ടോ? കൊളാബറേഷൻ്റെ ഒരു ഇതായിട്ട് ആസ്ട്രോടോക്കിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ കമന്റ്സ് ഉണ്ടായിരുന്നു. അയ്യോ കൊളാബറേഷൻ ആയിരുന്നോ? നേരത്തെ ഇങ്ങനെ അല്ലല്ലോ വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോയിൽ അതൊരു പ്രൊമോഷൻ ആണെന്നോ കൊളാബറേഷൻ ആണെന്നോ ഒന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒന്നും പറയാതെ ഇപ്പൊ എന്തത് കൊളാബറേഷനായി മാറി? ഇത്രയേ ഉള്ളൂ. പറ്റിച്ച ഓഡിയൻസിനെ ഓഡിയൻസിന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഗതികെട്ടിരുന്നപ്പോൾ എൻ്റെ അമ്മയാണ് പറഞ്ഞത് പെട്ടെന്ന് ഏതെങ്കിലും ഒരു ആസ്ട്രോടോക്കൺ എടുത്തു വെച്ച് ഉണ്ടാക്കാൻ. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് എടുത്തു വെച്ച് ഉരച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോയിൽ പറഞ്ഞത്. ഇപ്പൊ എന്ത് പറയുന്നു? ഒരു കൊളാബറേഷൻ. ഇത്രയേ ഉള്ളൂ. മനസ്സിലാക്കാൻ പറ്റുന്നവരൊക്കെ മനസ്സിലാക്കുക. ഇന്നേ വരെ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കുണച്ച സാധനം കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഓഡിയൻസ് ആയിട്ടുള്ള 10 പേർക്കെങ്കിലും ഞാൻ പ്രൊമോട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കുണച്ച സാധനം എനിക്ക് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ തുണിക്കട ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഞാനത് ചെയ്യാത്തതിന്റെ റീസൺ, ഇനി അവിടെ പോയി ഗതികേടിന് ആരെങ്കിലും തുണി വാങ്ങിയിട്ട് ആ തുണി കീറിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ തലയിൽ വരുമോ എന്നുള്ളൊരു ഒരു സാധനം കൊണ്ടിട്ടാണ് ഞാൻ അതുപോലും ചെയ്യാത്തത്. എനിക്ക് വേണമെങ്കിൽ പൈസ വാങ്ങിയിട്ട് പുല്ലുപോലെ ചെയ്തിട്ട് പോകുമായിരുന്നു. എനിക്ക് നല്ല പൈസ ഉണ്ടാക്കാറുണ്ട്, ലക്ഷങ്ങൾ അതുവഴി ഉണ്ടാക്കാറുണ്ട് ഈ പ്രൊമോഷൻസ് വഴി. ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യത്തില്ല. മനസ്സിലായോ? ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ജെനുവിനാണ്. അതിലെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക്കും കൂടി എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. മനസ്സിലായേ? അതുകൊണ്ട് ഗുണ എന്ന് പറയുമ്പോൾ ശ്രീകുട്ടി, നിന്റെയൊക്കെ ഓഡിയൻസിന്റെ അടുത്ത് നിനക്കൊക്കെ കുറച്ചെങ്കിലും ഒരു എത്തിക്സ് വേണം. കേട്ടാ? ചീക്കുട്ടി മാത്രമല്ല, എല്ലാവരെയും കൂട്ടി തന്നെ പറഞ്ഞു. പിന്നെ ചീക്കുട്ടി അഹങ്കാര വർത്താനം കൂടി കേൾക്കുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചെന്ന് പറയണമെന്ന് തോന്നി. ശ്രീകുട്ടി ഭയങ്കര ജെനുവിൻ ആണെന്ന് കരുതി ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യുമോ, അത് വേണം, അങ്ങനെ പാടില്ലായിരുന്നു, വളരെ മോശമായിപ്പോയി എന്നൊക്കെ പറയാൻ കുറേയേറെ കമന്റ്സ് കേട്ടോ. ഇത് എൻ്റെ ഒരു ജോലിയാണ് അല്ലേ. ഇതാണ് നിന്റെ ജോലിയെങ്കിൽ മൂഞ്ചിയ ജോലി എന്നേ ഞാൻ പറയത്തുള്ളൂ. നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ച് പൈസ ഉണ്ടാക്കുന്നതാണോ നിന്റെ ജോലി? എന്തുവാണ്? ഇതെന്റെ ജോലിയാണെന്ന്. സൂപ്പർ. എല്ലാവരും എണീറ്റ് ഒരു നിമിഷം സ്മരിച്ചിട്ട് കൈയടിക്കും. ഒന്നും പറയാനില്ല. ഇതെന്റെ ജോലിയാണെന്ന്. ഇത്രയേ ഉള്ളൂ. കേട്ടല്ലോ? എൻ്റെ ജോലിയാണ്. ഞാൻ പൈസ വാങ്ങിയിട്ട് എന്ത് തീട്ടവും പ്രൊമോട്ട് ചെയ്യും, അല്ലെങ്കിൽ എന്താ വേണോ ചെയ്യും. എനിക്ക് പൈസ കിട്ടിയാൽ മതി. ആ സാധനമാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൻ്റെ ജോലിയാണെന്ന്. കണ്ട ഉടായ്പകൾ പ്രൊമോട്ട് ചെയ്ത് ഓഡിയൻസിലേക്ക് എത്തിക്കുന്ന, സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ തട്ടിപ്പിനെ ഒരു ജോലിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. സൂപ്പർ, കൊള്ളാം. ഇനിയെങ്കിലും തലയ്ക്കകത്ത് ഇനിയെങ്കിലും കുറച്ചെങ്കിലും തലച്ചോറിന്റെ ബാക്കി എവിടെയും കിടപ്പുണ്ടെങ്കിൽ ചിന്തിക്കും. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എനിക്ക്
അതിൽ നിന്ന് കുറച്ച് കാശ് കിട്ടുന്നു, നമ്മുടെ ജോലി കുറച്ച് കാശ് കിട്ടുന്നുണ്ട്, കുറച്ച് അധികം കിട്ടുന്നുണ്ട്, അതും എനിക്കറിയാം, കുറച്ചധികം കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ജോലിയുടെ ഭാഗമല്ലേ. നമ്മളെന്ത് തെണ്ടിത്തനം ചെയ്യും, പൈസ തന്നാൽ മതി, അത്രേ ഉള്ളൂ. നമുക്ക് വേറെ അപ്പീലൊന്നുമില്ല. ഭാഗമാണ് അത്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കൊളാബറേഷൻസ് വരുന്നുണ്ട്, നമ്മളത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ടിവിയിൽ എന്തെല്ലാം പരസ്യം കാണുന്നു, എന്തെല്ലാം പരസ്യം. അപ്പൊ അതൊക്കെ മോളെ ടിവിയിലെ പരസ്യമായിട്ട് കമ്പാരിസൺ ഇറങ്ങിയിരിക്കുകയാണോ? എടാ, നമ്മളൊരു സോപ്പോ ചീപ്പോ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെയാണ് ഈ സാമാനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് തള്ളുന്നത്. സോപ്പിലെ ഉടായ്പകളാണ്. എമ്മാതിരി ഉടായ്പ സോപ്പുകളും എടുത്തു വെച്ച് പ്രൊമോട്ട് ചെയ്തിട്ട് ഇപ്പം അടിച്ച് മിന്നി കയറുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഓരോരുത്തർ പ്രൊമോട്ട് ചെയ്ത് തള്ളുന്നത്. അതേ വെറും ഉടായ്പകളാണ്. ഇപ്പൊ പറയണ് ടിവിയിൽ എത്ര പരസ്യങ്ങൾ കാണുന്നു, അതുപോലെ തന്നെ ഞാനൊരു ഉടായ്പ പ്രൊമോട്ട് ചെയ്ത് എനിക്ക് പൈസ കിട്ടി, നിങ്ങൾ എന്താന്ന് വെച്ചാ ശരി. എന്ത് കഷ്ടോടാ, എന്ത് മൈൻഡ് സെറ്റാടാ ഇവളുടെയൊക്കെ, സീരിയസ്ലി. അയ്യേ, കണ്ടിട്ടല്ലേ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനിപ്പോ ആരെയും നിർബന്ധിക്കുന്നില്ല പരസ്യത്തില്. നമ്മൾ അയ്യോ നിർബന്ധിക്കണ്ട. എൻ്റെ അമ്മ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ആട്രോടോക്കിനെ നോക്ക്. അങ്ങനെ ഞാൻ പോയി നോക്കിയതാണ് ആട്രോടോക്ക് ആപ്പ്. അതിൻ്റെ അകത്ത് കിട്ടി എനിക്ക് ആട്രോടോക്കിനെ. അതിനെ എടുത്ത് വെച്ച് ഞാൻ ആട്രോടോക്ക് അടിച്ചോണ്ടിരുന്നു. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാണമില്ലേ കള്ളം പറഞ്ഞ് പൈസ ഉണ്ടാക്കാനായിട്ട്? നിനക്ക് വീട് പണി, വീട് വയ്ക്കാൻ സഹായിച്ച് കഷ്ടം, ഉളുപ്പ് ലേശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും കുറച്ച് ഉളുപ്പുണ്ടെങ്കിൽ നീക്ക് ഇമാതിരി വർത്താനം പറയുമോ? അയ്യേ, കൊണച്ച ആപ്പും പ്രൊമോട്ട് ചെയ്തിട്ട് കൊണവധികാരം അടിക്കുന്നു. കഷ്ടം. ഞാൻ എങ്ങനെയാണ് ഈ ലാംഗ്വേജ് കൺട്രോൾ? എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് ദൈവം ഇതാരും പറയരുത് ലാംഗ്വേജ് കൺട്രോൾ ചെയ്യണമെന്ന്. ഇതിനെയൊക്കെ കാണുമ്പോൾ ഞാൻ 10 പറഞ്ഞില്ല. ഞാനല്ലേ സത്യം. അതിലൊരു പ്രൊമോഷൻ കൊടുക്കുന്നു എന്ന് മാത്രം. അതെന്റെ ജോലിയുടെ ഭാഗമാണ്. അതിൽ നിന്ന് എനിക്ക് കുറച്ച് കാശ് കിട്ടുന്നുണ്ട്. ഇതിനേക്കാളും തെണ്ടിത്തിന്ന അന്തസ്സുണ്ട്, പിച്ച എടുത്ത അന്തസ്സുണ്ട്. കക്കാൻ പോകുന്നതിന് തുല്യമാണ് ഈ പരിപാടി, മനസ്സിലായ? അന്യന്റെ മുതലിനെ കക്കുന്നതിന് തുല്യം. അതായത് പറഞ്ഞു പറ്റിച്ച് തിന്നാലേ എനിക്ക് ഇറങ്ങത്തുള്ളൂ എന്ന് കിങ്ലൈനിൽ ദിലീപ് പറഞ്ഞതുപോലെയാണ് ഈ അവസ്ഥ. നാട്ടുകാരെ സ്വന്തം ഓഡിയൻസിനെ പറഞ്ഞു പറ്റിച്ചു കൊണ്ട് ഓരോ വീഡിയോ ഇട്ട് ഉണ്ടാക്കി തിന്നാലേ ഇറങ്ങത്തുള്ളൂ എന്നാണ് ഇത് ഇന്ന് സാരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മനസ്സിലായ? അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആരും നിർബന്ധിച്ച് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നൊന്നും പറയുന്നില്ലല്ലോ. ആണല്ലേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ രാമനാരായണൻ. ഞാൻ ആരെയും നിർബന്ധിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയല്ലേ. നാണമുണ്ടോ? നീയൊക്കെ പറയുന്ന വിശ്വസിക്കാൻ നിന്നെയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയും കൂടിയൊക്കെയാണ് നീയൊക്കെ പറ്റിച്ചത്. എന്നിട്ട് ഉളുപ്പില്ലാത്ത വർത്തമാനം വന്നിരുന്ന് മെഴുകുന്നു. എന്നിട്ട് ഞാൻ പറയുന്നത് നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിയ പരിപാടിയും കാണിച്ചിട്ട് പറയുന്നത് ഇതെൻ്റെ ജോലിയാണ്. ഇങ്ങനെ മൂഞ്ചിക്കുന്നതാണോ ജോലി? കൊള്ളാം, ഒന്നും പറയാനില്ല. ഇനി ഇവളെയൊക്കെ നമ്പി പോകല്ലേടെ. ഇവളുടെയൊക്കെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഇവളുമാർ തന്നെയാണ് വലിയ കൊണാണ്ടറുകളെന്ന്. എടാ, ഞാൻ ഉള്ള കാര്യം പറയാം. ആരെയും നമ്പരുത്, എന്നെ കൂടി നമ്പരുത്. ഞാൻ ലോകമുള്ളതാണ്. പക്ഷെ ഞാൻ എൻ്റെ നാട്ടുകാരെ പറ്റിക്കുക അല്ലെങ്കിൽ എൻ്റെ ഓഡിയൻസിനെ പറ്റിക്കാനായിട്ട് ഞാൻ വരുന്നില്ല. ഞാൻ എന്നെ തന്നെ പറ്റിച്ചുകൊണ്ട് മൂഞ്ചിയിരിക്കുകയാണ്. അല്ലാണ്ട് ആരെ വിശ്വസിക്കില്ലേ? നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങളെയൊക്കെ വിശ്വസിച്ച് നിങ്ങൾ ജീവിക്കാൻ നോക്ക്. ഈ ഓൺലൈനിൽ കാണുന്ന ഒരു സാധനങ്ങളും വിശ്വസിക്കില്ല. എന്നെ അടക്കം. ഞാൻ വേറും കള്ളനാ, ഉള്ള കാര്യം പറയാം. അങ്ങനെ ആരെയും വിശ്വസിക്കരുത്. എല്ലാവരും കണക്കാണ്. സ്വന്തം ലാഭത്തിനും സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിനും പൈസ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറേ എണ്ണം. അതിലൊന്നും കണ്ട് വിശ്വസിച്ച് അന്ധമായി സ്നേഹിച്ച് അവർ പറയുന്നതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡ് വേണം. എനിക്കതേ പറയാനുള്ളൂ. കോപ്പ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ കമന്റ്സ് ഇടുമ്പോൾ ഒന്ന് ആലോചിക്കുക. അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്, നമുക്കത് വേണോ? നിനക്ക് നാണോ ഉളുപ്പും എവിടെ കൂടിയും കടന്നു പോയിട്ടില്ല. വീണ്ടും വീണ്ടും പറയണം ഇതെന്റെ ജോലിയുടെ ഭാഗമാണെന്ന്. നാട്ടുകാരെ പറ്റിക്കുന്ന മൂഞ്ചിക്കുന്ന സാധനങ്ങൾ എടുത്ത് പ്രൊമോട്ട് ചെയ്തിട്ട് ഇതെന്റെ ജോലിയുടെ ഭാഗമാണെന്ന്. കുറച്ചെങ്കിലും ഉളുപ്പ് എവിടെയെങ്കിലും ഉണ്ടാക്കി ഇനിയെങ്കിലും ഇതും വാടച്ച് മിണ്ടായി നാട്ടുകാരെ പറ്റിക്കാതെ. കോപ്പ് ചെയ്താൽ മതി. അവര് ഇടുന്ന പ്രോഡക്ട്സ് അല്ലെങ്കിൽ അവര് കാണിക്കുന്ന പ്രൊമോഷൻസ് ഒക്കെ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അതൊക്കെ മാറ്റി കളഞ്ഞാൽ പോരെ. എന്തിനാണ് അതിന് ഇത്രയേറെ നെഗറ്റീവ് കമന്റ്? നീയൊക്കെ ഒരു കാര്യം ചെയ്യും. നാളെ കക്കാനിറങ്ങിയിട്ട് ഞാൻ എനിക്ക് വേണ്ടിയില്ലേ കട്ടത് മോഷ്ടിച്ചത്, വേറെ ആർക്കും വേണ്ടിയിട്ടല്ലല്ലോ. നിങ്ങളടുത്ത് മോഷ്ടിക്കാൻ പറഞ്ഞില്ലല്ലോ. ആ പരിപാടി കേട്ടപ്പോ ഇതിനേക്കാൾ അന്തസ്സുണ്ട് കേട്ടാ. ഇങ്ങനെ നാട്ടുകാരെ മൊത്തം പറ്റിക്കുന്നതിനേക്കാളും എവിടെയെങ്കിലും ഒരിടത്ത് കട്ടുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ഇതിന്റെയൊക്കെ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു ആദ്യത്തെ വ്യക്തിയാണോ ഞാൻ? മറ്റുള്ള അങ്ങനെ നാട്ടുകാരെല്ലാരും പറ്റിക്കുന്നില്ല, പിന്നെ ഞാനും പറ്റിച്ച് ജീവിച്ചാൽ എന്ത് കുഴപ്പം? നല്ല മൂഞ്ചിയ വർത്താനാണല്ലോ. സൂപ്പർ, അടിപൊളി. പോലെ ആണെന്ന് കരുതി ശ്രീകുട്ടി ജെനുവിൻ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാന് പ്രൊമോഷൻ ചെയ്യാതിരുന്ന എനിക്ക് ആ കാശ് പോകും. അത് അവരെ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കും. ഞാൻ പ്രൊമോഷൻ ചെയ്തില്ലേ വേറെ ആരെങ്കിലും അത് പ്രൊമോട്ട് ചെയ്യും. എനിക്ക് ആ കാശ് കിട്ടത്തില്ല. മറ്റത് ആരെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനും പറ്റിച്ചോട്ടെ, എനിക്ക് കാശ് കിട്ടുമല്ലോ. നമുക്ക് കാശല്ലേ പ്രധാനം, നമുക്ക് കാശ് കിട്ടുമല്ലോ. ഉളുപ്പുണ്ടോ സ്ത്രീയെ നിങ്ങൾക്ക്? ഉളുപ്പ്
ഇനിയെങ്കിലും ഒന്ന് വാടച്ച് മിണ്ടാതിരി. ഉളുപ്പില്ലാത്ത വർത്തമാനം വാരി വിളമ്പാണ്ട് തൊട്ടിത്തനം കാണിച്ചു വെച്ചിട്ട് തെറിയാണ് വായിൽ പറഞ്ഞ കോപ്പ്. അപ്പൊ ആ കാശ് ഈ കാണുന്നവരാരും, എനിക്ക് ഈ കമന്റ്സ് ഇടുന്നവരാരും, കാണുന്നവരല്ല, ഈ കമന്റ്സ് ഇങ്ങനെയുള്ള കമന്റ്സ് ഇടുന്നവരാരും കൊണ്ടു തരത്തില്ല. എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യും. കമന്റ്സ് ഇടുന്ന പറഞ്ഞാൽ കേട്ടല്ല ഓഡിയൻസ്, ഇവളെയൊക്കെ വിശ്വസിച്ച് വീഡിയോ കാണുന്ന ഓഡിയൻസ്, നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. കാശ് നിങ്ങൾ ആരും കൊണ്ടു കൊടുക്കൂല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പറ്റിച്ചിട്ടായാലും കാശുണ്ടാക്കും. ഒന്നും പറയണില്ല. എടുത്തു വെച്ച് കൊണ്ടാട്. ശ്രീകുട്ടിക്ക് ജയ്. അയ്യോ, ശ്രീകുട്ടി രാവിലെ 11 മണിക്ക് വീഡിയോ വന്നില്ലേ? എവിടെ ശ്രീകുട്ടിയുടെ വീഡിയോ? എവിടെ പോ? കഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ട എങ്കിൽ അത് തള്ളിക്കളയാം. വേണ്ട, നിന്നെയും വേണ്ട. എത്രയോ പേര് ടിവിയിലും യൂട്യൂബിൽ തന്നെ എത്രയോ പേര് പ്രൊമോഷൻ എന്തെല്ലാം പ്രോഡക്ട്സിന്റെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം ജെന്യുവൻ ആയിട്ടുള്ളതാണോ? അല്ലല്ലോ. ഇവിടെ തന്നെ ഇവൾ എക്സ്പോസ്ഡ് ആണ്. ഇവള് ജെന്യുവൻ അല്ല, വെറും പൈസയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇട്ട് എത്തിക്സ് ഇല്ലാണ്ട് എന്തും പ്രൊമോട്ട് ചെയ്യുക, നാട്ടുകാരെ പറ്റിച്ച് നടക്കുന്ന ടീമാണെന്ന് ഇവള് തന്നെ ഇവിടെ സമ്മതിക്കുകയാണ്. ഇൻഡയറക്ട്ലി അല്ല, ഡയറക്ട്ലി. ഞാൻ പറഞ്ഞു, ഞാൻ നല്ലവനൊന്നുമില്ല, ഉടായ്പാണ്. പക്ഷേ നിങ്ങളെ പറ്റിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു സാധനം പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടുതന്നെ ഞാൻ ചെയ്യത്തില്ല. ഞാൻ എന്തെങ്കിലും ഒക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിലായിരിക്കും. കേട്ടാ? എന്തായാലും കൊള്ളാം ശ്രീകുട്ടി. നീ മിക്കവാറും എന്നെ കോടതി കയറ്റി, എനിക്കറിയാം. നിങ്ങൾക്ക് കാണുന്നവർക്ക് അത് പ്രൊമോഷന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാം. വേണമെങ്കിൽ അയ്യേ വേണ്ട എന്നുള്ള അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയാം. അത്രയല്ലേ ഉള്ളൂ. എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തിയല്ലേ, അപ്പൊ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് എന്ത് വന്നാലും നിങ്ങൾക്ക് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇവിടെ സർക്കാർ പോലും പറയുന്ന കാര്യങ്ങൾ നേരെ ചെയ്യുന്നില്ല. എന്തെല്ലാം നീ ഇനിയിപ്പോ സർക്കാരിലോട്ട് അങ്ങോട്ടുണ്ടാകണ്ട, അങ്ങോട്ടങ്ങ് പോണ്ട. സർക്കാരൊന്നും ചെയ്യുന്നില്ലല്ലോ, അതിൽ കയറി പിടിക്കുകയാണ്. സർക്കാർ ചെയ്യുന്നില്ലല്ലോ. അയ്യോ കഷ്ടം. സർക്കാർ ചെയ്യില്ലെന്ന് വെച്ചിട്ട് നീ എന്ത് തൊട്ടിത്തനം കാണിച്ച് നിനക്കവിടെ ജീവിക്കാന്നാണ്? വിടില്ല, വലിച്ച് റൊട്ടിക്കെ തന്നെ ചെയ്യും. അല്ലെങ്കിൽ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. കേട്ടാ? എന്തായാലും നിന്നെ എന്തെങ്കിലും ഒരു ദിവസം കൈ കിട്ടുന്നായിരുന്നു. അത് ഇപ്പൊ കിട്ടി, സന്തോഷം. എനിക്ക് ഗ്രഹിച്ചിരിക്കുന്നു. സർക്കാരിലോട്ട് എടുത്തങ്ങ് ഇടയാണ്. സർക്കാർ നല്ലത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ നല്ലത് ചെയ്തായിരുന്നു. നാണം ഉണ്ടാകുന്നത്, ഉളുപ്പുണ്ടാകുന്നത് ഇല്ല. അറിയാം, വെറുതെ ചോദിച്ചത്. നിന്നെക്കാളും എന്തുകൊണ്ടും ഭേദം വേറെ പലരും ഉണ്ട്. വാഗ്ദാനങ്ങളും പരസ്യങ്ങളുമാണ് ചെയ്യുന്നത്. അവര് പോലും നേരെ ചെയ്യുന്നില്ല. പാവപ്പെട്ട ഞാൻ ഉളുപ്പില്ലാതെ പറ്റിച്ച് ജീവിച്ചിട്ട് കൊണമധികാരം പറയുന്നു. ചുറിഞ്ഞു വരണ്ട എനിക്ക്. 10 പൈസക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വീട് ചെയ്യുമ്പോ 10 പൈസക്ക് വേണ്ടിട്ട് പോയി പിച്ച എടുക്കടി. അന്തസ്സുണ്ട്. 10 പൈസക്ക് വേണ്ടി പോയി പിച്ച എടുക്കുക. അന്തസ്സുണ്ട്. കൈ നീട്ട്. അതിൽ ആരെങ്കിലും 10 പൈസ ഇട്ട് ഞാൻ അന്തസ്സുണ്ട്. ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ച് ജീവിക്കാണ്ട് പിച്ച ഇട് പോയി. അന്തസ്. സത്യം. അതിനെന്തിനാണ് ഇത്രയേറെ കമന്റ്സ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന എന്ന രീതിയിലാണ് കമന്റ്സ് ഒക്കെ വരുന്നത്. എനിക്കത് മനസ്സിലാവുന്നില്ല. എന്തിനാണ് അങ്ങനെ ഒരു, ഞാൻ പറഞ്ഞ കാര്യമാണ്, എന്റെ ജോലിയുടെ ഭാഗമായിട്ട് പല പ്രൊമോഷൻസും എനിക്ക് വരും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ട എങ്കിൽ അത് തള്ളിക്കളയാം. അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോ നിങ്ങൾ വാങ്ങിച്ചുപയോഗിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ വന്നങ്ങനെ ചെയ്യണമല്ലോ. എവിടെയോ എപ്പോഴോ ആരൊക്കെയോ പ്രൊമോഷൻ ചെയ്യുന്നത് കണ്ട് അങ്ങനെ നിങ്ങളുടെ മെമ്മറിയിൽ വന്നിട്ടല്ലേ നിങ്ങൾ ഓരോ കാര്യങ്ങൾ വാങ്ങിച്ച് തേക്കുന്നതായാലും കുളിക്കുന്നതായാലും കഴിക്കുന്നതായാലും എല്ലാം പലരും ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ കണ്ട് ഓർമ്മയിൽ നിന്നിട്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത്. നിന്റെ കുണ നിർത്ത്. നിന്റെ കമന്റ് ബോക്സ് കാണിക്കാം. മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനാണ് ഈ വീട് എനിക്ക് വച്ച് തന്നതെന്ന്. ഇപ്പോൾ ആഡിന് വേണ്ടി കള്ളം പറയുക. ഇത് നിന്റെ ആ പ്രൊമോഷൻ വീഡിയോയിൽ വന്നിട്ടുള്ള കമന്റാണ് കേട്ടോ. ആസ്ട്രോടോക്കിനെ കുറിച്ച് ആദ്യമായി പറയുന്നതും ചാറ്റ് ചെയ്തതും പറഞ്ഞതൊക്കെ ഈ ഇടയ്ക്കാണ്. ഈ വീട് വച്ചിട്ട് കുറെ നാളായി. ഡോണ്ട് ഡു ഫേക്ക് പ്രൊമോഷൻ. ആ ക്യാഷ് ഒന്നും ഉപകാരപ്പെടില്ല. നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കുന്ന ഈ പൈസ നിനക്ക് ഉപകാരപ്പെടില്ല ശ്രീകുട്ടി. നിന്റെ ഓഡിയൻസിനെ നീ വിഡ്ഢികളാക്കിക്കൊണ്ട് പറ്റിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ ആപ്പിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ ചാറ്റ് ചെയ്തതാണ്. ആദ്യത്തെ 2 മിനിറ്റ് ഫ്രീ ചാറ്റ് ഉണ്ട്. അതായത് നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അവർ നമ്മളെ ക്യൂരിയോസിറ്റിയോടെ പിടിച്ചു നിർത്തും. ഈ സാധനത്തിൻ്റെ അകത്ത് നമ്മൾ നിൽക്കും. ഏത് അടുത്ത് നമ്മളെ കുറിച്ച് എന്തോ പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തോ വിഷയമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ അകത്ത് അകപ്പെട്ടു പോകും. ആ ഒരു സൈക്കോളജി സാധനമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. നാട്ടുകാരെ പറ്റിക്കുന്ന ആപ്പ്. ഇതിൻ്റെ അകത്തൊന്നും പോയി പെടരുതേ പൊന്നുമക്കളെ. ഈ വീഡിയോ ഒക്കെ വെച്ചിട്ട് കുറേ ആയി. അന്നൊക്കെ ഈ ആപ്പ് ഉണ്ടോ? ഇല്ല, അന്ന് ആപ്പില്ല. ഇവള് മാത്രമേ ഉള്ളൂ കോപ്പ്. ഇനി ഇവളുടെ പ്രൊമോഷൻ വീഡിയോ കാണണ്ടേ? ഇവള് വലിയ ഗുണവാധികാരം അടിച്ചല്ലോ. പ്രൊമോഷൻ വീഡിയോ ജസ്റ്റ് കുറച്ച് ഞാൻ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ വിഷമമൊക്കെ കണ്ടപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു,
ജസ്റ്റ് ഒരു ആസ്ട്രോളജറായിട്ടൊന്ന് സംസാരിക്കൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആസ്ട്രോടോക്കിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് അതിലൊരു ആസ്ട്രോളജറുമായിട്ട് സംസാരിച്ചപ്പോൾ ഗായത്രി എന്നാണ് അവരുടെ പേര്. മാമുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് ആദ്യം ജസ്റ്റ് അവര് ഡേറ്റ് ഓഫ് ബർത്തും എന്റെ ജനിച്ച സമയം മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനത് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാല് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഷോക്കിംഗ് ആയിട്ട് ഇങ്ങനെ വന്നിട്ട് വായും തുറന്നിരുന്നു കേട്ടോ. കാരണം മിക്കവാറും നീ ഇങ്ങനെ പോയാൽ മൊത്തം വായും തുറന്നിരിക്കേണ്ട അവസ്ഥ തന്നെയായിരിക്കും. നീ വായും തുറന്നിരിക്കും, അതാണ് നിനക്ക് നല്ല. നാട്ടുകാരെ പറ്റിച്ചിട്ട് വായും തുറന്നിരുന്നു ആ ഉളുപ്പണ പറ്റിക്കുന്ന രീതി നോക്ക്. എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ ഈ കഷ്ടപ്പാടൊക്കെ കണ്ടപ്പോൾ ഒരു അറ്റാക്കിനെ പിടിച്ച് കാണാൻ. നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നിട്ട് എന്നിട്ട് ഗുണവധികാരൻ. നീ എവിടെയെങ്കിലും പറഞ്ഞാടി ഇത് പ്രൊമോഷനാണെന്ന്? ഇല്ല. എന്നിട്ട് ഇപ്പം ഏറി കയറി വന്നെന്ന് പറയണം എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് നന്ദയില്ലായ്മയും കാണിക്കും. ആ സെറ്റപ്പ് എന്റെ ലൈഫിലുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസും അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ ബുദ്ധിമുട്ടും ഒക്കെ ഇങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നമ്മുടെ കാര്യങ്ങൾ അവർക്ക് എങ്ങനെ അറിയാമെന്നൊരു ചിന്തയായിപ്പോ എനിക്ക്. എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലൈഫിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അവരോട് ഷെയർ ചെയ്തപ്പോ അവര് കുറച്ച് കാര്യങ്ങൾ ഒരു 2 സൊല്യൂഷൻ എന്നോട് പറഞ്ഞു. ഒരു 9 ദിവസം ഒരു 9 days ഇതൊന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ശരി, ഞാനതിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. എന്നിട്ട് അവര് പറഞ്ഞു ഇത്ര ദിവസം കഴിയുമ്പോൾ ഈ ഒരു ടൈമില് നിങ്ങൾക്ക് അവിടെ ടോക്കൺ കൊടുക്കാൻ പറ്റും. ആ സ്ഥലം നിങ്ങൾ അഡ്വാൻസ് കൊടുക്കും. നെക്സ്റ്റ് ഇയർ ഇന്ന മാസം നിങ്ങൾ വീട് സ്വന്തമാക്കും, നിങ്ങൾ ആ വീട്ടിൽ താമസമാവും എന്നൊക്കെ പറഞ്ഞു. ഉളുപ്പുണ്ടോടി? നിന്റെ അച്ഛൻ വച്ചിരുന്ന വീടല്ലേ, നിന്റെ അച്ഛനൊക്കെ ഉൾപ്പെടെ വച്ചിരുന്ന വീടല്ലേ? നീ വീട് വെച്ച സമയത്ത് ഈ ആപ്പ് പോലുമില്ല. എന്നിട്ട് ഒളുപ്പില്ലാണ്ട് നാട്ടുകാരെ പറ്റിക്കുന്നില്ല. നിനക്ക് നാണം ഉണ്ടാ ശ്രീകുട്ടി? എന്നിട്ട് ഇപ്പത്തെ വന്നിരുന്ന് പറയണേ ഞാൻ കൊളാബറേഷൻ എടുത്ത് പ്രൊമോഷൻ എടുത്ത് നാട്ടുകാരെ പറ്റിച്ച്. അതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ പോരെ. ഇവിടെ മന്ത്രിമാരെ പറ്റിക്കണില്ല. ഈ സെറ്റപ്പ് സംസാരം കുറച്ചെങ്കിലും ഉളുപ്പ് എവിടെ കൂടിയെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ നീ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ചെയ്തിട്ട് വീട്ടിൽ പോയി കവന്ന് നടന്ന് ഉറങ്ങുക. അതാണ് നിനക്ക് നല്ലത്. കുറച്ചെങ്കിലും ഇനിയെങ്കിലും എവിടെയെങ്കിലും നിനക്ക് ഉളുപ്പ് ബാക്കി നിൽപ്പുണ്ടെങ്കിൽ. ഞാൻ വലിയ കാര്യമായിട്ട് കൊടുത്തില്ല. പിന്നെ നമ്മൾ അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു അവസാന പിടിവള്ളി എന്നുള്ള രീതിയിൽ ഞാൻ ശരി അവർ പറഞ്ഞ രീതിയിൽ 9 ദിവസം ആ ഒരു 2 സൊല്യൂഷൻ അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തൊരു 17-18 days ആയപ്പോ അതേ ആ ഒരു ഡേറ്റില് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുക്കാൻ പറ്റി. അതിനെക്കാട്ടി സന്തോഷം അടുത്ത വർഷം അവർ ആ പറഞ്ഞ സമയം ആ മാസത്തിൽ തന്നെ നമുക്ക് ഈ വീട്ടിൽ താമസിക്കാനും പറ്റിയപ്പോ നമ്മുടെ ഈ വിഷമമൊക്കെ നാണം മാനം ഉളുപ്പ് ഇല്ലേ? കണ്ടല്ലോ ഓഡിയൻസേ, കേട്ടു വെച്ചോ. ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസ്. കൂടുതലൊന്നും പറയാനില്ല, എടുത്തു വെച്ച് കൊണ്ടാട്. ഇനി മനീഷ് വിഷ്ണുവിനെ അറിയാമല്ലോ, മനീഷ വിഷ്ണു കാണാം. കൊച്ചു വീട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും ഒരു 3 കൊല്ലത്തോളായി കഷ്ടപ്പാടാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങളൊരു കൊച്ചു വീട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വീട് നോക്കി വെച്ചോ. ഈ വീട് അപ്പൊ ഇവിടെ ആയിട്ട് വേറെ ഒന്നുമല്ല, ഈ വീട് നോക്കി വെച്ചോ. നമ്മള് കൂടുതൽ ടീമാകും. ഇപ്പതാ നമ്മള് കുറെ ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള. ഇത് പക്ഷെ വളർന്നിട്ടില്ല, 2 മാസമെങ്കിലും എടുക്കും വളരാൻ. വളർന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ലിവിംഗ് ഏരിയ വരുന്നത്. ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോ തന്നെ ഈ ഒരു ഏരിയ ആണ്. ഇതാണ് നമ്മുടെ പൂജാമുറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 4 ബോക്സ് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മള് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിസിബിലിറ്റി ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഈ ഒരു സ്പേസ് ഇവിടെ 2 സൈഡിൽ 2 വാഴ കണ്ടല്ലോ, ഓർത്ത് വെച്ചോ. ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ പഴയ നമ്മളെ ചാരികസേരൊക്കെ അല്ലേ, പക്ഷെ നല്ല കംഫർട്ടാണ്. യെസ്, അടിപൊളി. ഈ വീടും പരിസരമൊക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് വരാം നമ്മുടെ നുറ മുസ്കാൻ. ഹായ് ഗൈസ്, നിങ്ങൾക്കറിയാം ഞാനൊരു പ്രൈവറ്റ് പേഴ്സൺ ആണ്. ബട്ട് കോപ്പാണ് നീ പ്രൈവറ്റ് ബേഴ്സാണ്. ബട്ട് ചോറ പൈസ വെച്ചിട്ട് എന്ത് തീട്ട് കൊടുത്ത് വെച്ചിട്ട് അമൃതാണെന്ന് നീ പ്രൊമോട്ട് ചെയ്യുന്ന കുറെ വെടലകൾ ഇറങ്ങിയിട്ടുണ്ട്. കോപ്പ്. ഇന്ന് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. എന്താണല്ലേ? വെൽക്കം ടു മൈ ഹോം ടൂർ. 13 years ആ വീട് കണ്ടല്ലോ, മനീഷ വിഷ്ണു വെച്ച വീടായിരുന്നു. ഇവളുടെ വീട്, എൻ്റെ ഹോം ടൂർ. ഇവര് തമ്മിൽ കുണ്ടിയും ആണ്. ആര്? ഏത്? ഫ്രണ്ട്സ്, നൻബീസ്. ആ സെറ്റപ്പാണ്. അയ്യോ, ഒന്നും പറയാനില്ല. ഞാൻ റെന്റഡ് ഹോമിലായിരുന്നു നിന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീട് എടുക്കാൻ പറഞ്ഞത് എനിക്ക് ബിഗ്ഗസ്റ്റ് ഡ്രീം ആയിരുന്നു. ഒരു വീട് എടുക്കാൻ പറഞ്ഞത് അത്ര. പണ്ട് ടാങ്കോലൊന്ന് കുറെ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കിയിട്ട് നീ വച്ച് വീടുണ്ടല്ലോ, നിന്റെ അച്ഛൻ പോലും കയറാത്തൊരു വീട്. ആ വീട് അവിടെ പൊളിച്ചളഞ്ഞ നാണം ഉണ്ടാ നിനക്ക് ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കാൻ?
ഈസി ജോബ് ആയിരുന്നില്ല. ഒരുപാട് ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഷിഫ്റ്റ് ചെയ്തതും സേവിങ്സ് ഉണ്ടാക്കിയതും. ഉറപ്പാണ്. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഈ ഒരു ഡ്രീമിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ റെഡി ആയിരുന്നു. അങ്ങനെ പ്രോജക്റ്റ് ഒക്കെ നോക്കി തുടങ്ങിയപ്പോഴാണ് എവറിത്തിങ് വാസ് ഗോയിങ് ഔട്ട് ഓഫ് മൈ ബഡ്ജറ്റ്. അപ്പൊ പിന്നെയും ഞാൻ കുറെ പ്രോജക്ട്സ് നോക്കി. അതിലൊരു പ്രോജക്റ്റ് എന്റെ ബഡ്ജറ്റിന് കിട്ടി. അങ്ങനെ ഞാൻ ടോക്കൺ കൊടുത്തു. ബട്ട് ഓൾ ഓഫ് എ സഡൻ ഞാൻ ഫൈനാൻഷ്യലി നല്ലോണം സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. ചെലവ് കൂടി, വർക്ക്സ് കുറഞ്ഞു തുടങ്ങി. ഫൈനാൻഷ്യലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ ഡ്രീം പ്രോജക്ട് ഈ ഒരു ഡൗട്ട് ആഫ്റ്റർ ടോക്കിന്റെ അടുത്താണ്. എല്ലാവർക്കും ഈ വീട് പ്രൊമോഷനെ കൊടുക്കുകയുള്ളൂ. വെറൈറ്റിക്ക് വേറെ എന്തെങ്കിലും മാറ്റി കൊടുറേ. എല്ലാവർക്കും ഒരേപോലത്തെ പ്രൊമോഷൻ കൊടുക്കാതെ എല്ലാവരും വീട് 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 ആയിട്ടുള്ള വീട് വാങ്ങുന്നത് ഓൾമോസ്റ്റ് ക്വിറ്റ് ചെയ്യാൻ നിന്നതാണ്. അപ്പോഴാണ് ഐ കെയിം അക്രോസ് ആസ്ട്രോടോക്ക്. ആസ്ട്രോടോക്കിലെ അഖില പറഞ്ഞ ഒരു ആസ്ട്രോളജർ ആയിട്ടാണ് ഞാൻ കണക്ട് ആയത്. ട്രസ്റ്റ് മീ, ഷീ ചേഞ്ച്ഡ് മൈ ലൈഫ്. എന്നോട് എന്റെ ഡേറ്റ് ഓഫ് പ്ലേസും ഡേറ്റ് ഓഫ് ബർത്തും മാത്രം ചോദിച്ചിട്ടുള്ളൂ. അത് കേട്ട പാട് ഞാൻ റീസെന്റ് ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആൻഡ് ഐ വാസ് ഷോക്ക്. എന്നോട് 3 കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. അതിൽ 2 of them turned out completely true. അപ്പൊ എനിക്ക് തള്ളി മറിക്കാതെ എനിക്കാണെങ്കിൽ ചൊറിഞ്ഞു വരും. കവാല നോക്കി തരാനാണ് തോന്നുന്നത് ഇതിൻ്റെയൊക്കെ വർത്തമാനങ്ങളങ്ങ് കേൾക്കുമ്പോൾ. അടുത്തത് വേറെ ടീമുണ്ടല്ലോ, നമ്മുടെ മിത്രികൾ കാണാം. ഈ വീട് വെക്കുന്ന എല്ലാവരും ആസ്ട്രോട്രോക്ക് വഴിയാണ് വീട് വെച്ചല്ലേ? എടാ എൻ്റെ അച്ഛൻ ഒരു ആസ്ട്രോട്രോക്കും ഇല്ല, അല്ലാതെ വീട് വെച്ച്. അതുപോലെ വീട് വയ്ക്കുന്നവരൊക്കെ വൈ. ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, എൻ്റെ അച്ഛൻ എനിക്ക് വീട് വെച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് വേറെ വീട് വെക്കേണ്ടി വന്നില്ല. അല്ലെങ്കിൽ ഞാനും വീട് വെക്കാൻ വേണ്ടി കിടന്ന് ഓടേണ്ടി വന്നേനെ. അന്ധവിശ്വാസം എന്നൊക്കെ പറയുകയാണെങ്കിലും എനിക്ക് ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അത് എന്നെ പോസിറ്റീവ് ആക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാനത് ഫോളോ ചെയ്തിരിക്കും. ഈ വീടെടുക്കാൻ 1.5 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേങ്കിൽ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് 1 year എടുത്തിട്ടാണ് നമുക്ക് ഭയങ്കര ഡിലേ നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലം കിട്ടുന്നില്ല, നമ്മുടെ റേഞ്ചില്ല, ബജറ്റിലുള്ള സ്ഥലം കിട്ടുന്നില്ല. അങ്ങനെ പറഞ്ഞ കുറെ ആൾക്കാർ ചോദിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ ആരിട്ടൊന്നും പോയി കാണുക ഏതെങ്കിലും മതി ബാക്കി നിങ്ങൾ കാണണ്ട, മതി. എനിക്ക് കൂടുതലൊന്നുമില്ല, എല്ലാം ഇത് തന്നെ. ഇനി ആസ്ട്രോടോക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചൊരു പെൺകുട്ടി പറയുന്ന കേട്ട് നോക്കുക. എടാ, ഞാൻ ഇന്ന് ആസ്ട്രോടോക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഡെയിലി ഞാൻ ഇതിന്റെ ആഡ് കാണാറുണ്ട്. അപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചത് ട്രൈ ചെയ്ത് നോക്കാന്ന്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തപ്പോ നമുക്ക് 2 മിനിറ്റ് മാത്രമാണ് ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഈ 2 മിനിറ്റിലുള്ള എന്തൊക്കെയാ സംഭവിക്കുന്നത് കാണിച്ചു. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സമയം, സ്ഥലം, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്രീ ചാറ്റിന്റെ ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആസ്ട്രോളജറുമായിട്ട് സംസാരിക്കാനുള്ള ചാറ്റ് ബോക്സ് ഓപ്പൺ ആയിട്ട് എനിക്ക് വന്നത് ഇതുപോലത്തെ ശ്രീലക്ഷ്മി ഉണ്ണിത്താൻ എന്ന് പറഞ്ഞൊരു ആസ്ട്രോളജർ ആയിരുന്നു. ഈ ഫോട്ടോയിൽ കാണിക്കുന്നതല്ല, ഇതെന്റെ ഫ്രണ്ടാണ്. മറ്റേതിനകത്ത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഡെമോയ്ക്ക് വേണ്ടി വേഷം കിട്ടിച്ചത്. 2 മിനിറ്റ് ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. മുകളിൽ ഇങ്ങനെ ടൈമർ ഇങ്ങനെ ഓടിക്കൊണ്ടേ. ആദ്യം നമ്മളുടെ അടുത്ത് എന്താണ് അറിയേണ്ടത് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിന്ത തുടങ്ങും, അങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ 2 മിനിറ്റിൽ 1.5 മിനിറ്റും പുള്ളിക്കാരി ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കും. എന്നിട്ട് അവസാനത്തെ 15 മിനിറ്റ് ആവുമ്പോൾ ചോദിക്കും, നിങ്ങളുടെ കയ്യിലോ കഴുത്തിലോ എവിടെങ്കിലും ഒക്കെ ഒരു കറുത്ത മറുകുണ്ടാവാൻ സാധ്യതയില്ലെന്ന്. നിങ്ങളുടെ ജാതകം കിട്ടിലോ ആണ്, പക്ഷെ ഒരു വലിയ പ്രശ്നം സംഭവിക്കാൻ പോകുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും, അയ്യോ എന്താണ് പ്രശ്നം? അപ്പൊ പുള്ളിക്കാരി പറയും, അയ്യോ സോറി, ഫ്രീ ആയിട്ടുള്ള സംഭവമൊക്കെ തീർന്നു, 20 രൂപ തരാമെങ്കിൽ പറയാവും. എന്നിട്ട് അതിന്റെ ഒപ്പം ഒരു വോയിസും കൂടെ അയക്കും. Yes, I have noticed something very interesting in your horoscope. പിന്നെ എന്റെ അടുത്ത് കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവും, 28 വയസ്സാവുമ്പം എനിക്ക് ലവ് മാരേജ് ആവുള്ളൂ. അതെന്തായാലും കാര്യമായി. കാരണം ഈ ആസ്ട്രോടാക്ക് ആപ്പ് എടുത്തിട്ട് റിവ്യൂ ചെയ്യാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് എന്റെ ഹസ്ബൻഡ് ആയിരുന്നു. പുള്ളിക്ക് എന്തായാലും സന്തോഷമായി. കൂടുതലൊന്നും പറയാനില്ല. ഇതൊക്കെ വിശ്വസിച്ച് പോയി വിഴുന്നു കഴിഞ്ഞാൽ നിങ്ങൾ മൂഞ്ചിന്ന് അങ്ങ് കൂട്ടിയാൽ മതി. ഞാൻ ചുരുക്കി അത്രേ പറയുന്നുള്ളൂ. അതിലെ ലാംഗ്വേജ് കുറച്ച് അല്ലേ പറ്റുന്നില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എവർ ട്രൈഡ് എവർ ഫെയിൽ, ട്രൈ അഗൈൻ, ഫെയിൽ അഗൈൻ, ഫെയിൽ ബെറ്റർ, ഉണ്ട് ദ വേൾഡ് ഇസ് യുവേഴ്സ് എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ഞാൻ നന്നാവും. പക്ഷെ ഇതുപോലത്തേനൊക്കെ കാണുമ്പോൾ ഞാൻ നന്നാവൂലടാ. നന്നാവാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സത്യം, അത്രയ്ക്ക് എനിക്ക് കലി വരുന്നു ഇതൊക്കെ കാണുമ്പോൾ. കോപ്പ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കണ്ടേ. പുതിയ വീഡിയോ ഇടണം. ബൈ.